മേശരിയേ എടുത്തോട്ട് ഓട. പറയണ്ടേ? അയ്യോ എന്നെ അല്ല, കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്തോട്ട് ഓടിക്കോളാം. കാര്യം തോന്നുന്നു, കാര്യം തോന്നാ. മേശരി പണിഞ്ഞ ആ വലിയ മതിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണു. സ്വാഭാവികം. ഇന്നലെ ഞാൻ ആ ചായ എടുത്ത് പറഞ്ഞാണ് ഞാൻ പണിഞ്ഞ മതിലിന്റെ മേളിൽ കൊണ്ടുവച്ച് ലഡു കഴിക്കല്ലേ ലഡു കഴിക്കല്ലേ. എന്താ പറ്റിയെന്നാ പറയുന്നേ? അതിന്റെ മതിലിന്റെ മേളിൽ ഉറുമ്പ് കയറി. അല്ലാതെ ഞാൻ പണിഞ്ഞ മതില് ഇടിഞ്ഞു വീഴാൻ യാതൊരു മാർഗവും ഇല്ലല്ലോ. അപ്പൊ ഉറുമ്പ് തള്ളി ഇട്ടതാന്നോ മതില്? പിന്നല്ലാതെ. ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇന്ന് മുതൽ ഇവിടെ പുതിയതായിട്ട് പണിക്കാരാന്ന് പറഞ്ഞ സരള. ആന്നോ മേശരി? എന്താ താമേച്ചേ? ഗ്യാസ് വന്നില്ലായിരുന്നു. അതിനൊരു ഇച്ചിരി ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എടുത്ത് കഴിച്ചാ പോരായിരുന്നു. ഗ്യാസ് ഊറ്റിയും കൊണ്ട് വണ്ടി വരാത്തേനോ? അയ്യോ അതായിരുന്നു തന്നെ മേശരി. ഞാൻ എന്തോ ചെയ്യണ്ടേ? ഐശ്വര്യമായിട്ട് ഇന്ന് തുടങ്ങുമല്ലേ? ആ കട്ട എടുത്ത് പുറത്തോട്ട് പോയി. ഓക്കെ മേശരി. ആ വേദനിക്കത്തില്ല. എന്റെ പുറത്ത് വെക്കാനല്ല പറഞ്ഞത്, അതിന്റെ പുറത്ത് കൊണ്ട് വെക്കാന്. ഞാൻ പറയുന്നത് പോലെ കൂടെ നിന്നോണം. ശരി മേശരി. തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ആരാ ഇത് ചെയ്തത്? വയലാർ ദേവരാജൻ. പാട്ട് ചെയ്ത കാര്യമല്ല ചോദിച്ചത്. എന്തോ ശരി. ആരാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചതെന്ന്? ഞാനല്ല. ഇതും അപ്പൊ ആ ഷാജി ചെയ്ത പണിയാണ്. അവൻ അറിയാം ഞാൻ ഡ്രൈ അടിക്കുന്നെന്ന്. പിന്നെ അവന് വെള്ളം ഒഴിച്ചു വെക്കണം.